സംഭവിച്ചത് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റേ ചെറിയ ചെറിയ പീഡനങ്ങൾ. അവൾക്ക് സൗന്ദര്യമില്ല, പിന്നെ അതേമാതിരി അവൾ ആരോഗ്യമില്ല, പിന്നെ അവൾക്ക് ജോലിയില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അവൾ അതേമാതിരി ഇവന് ബൈക്കുണ്ട്, എന്നാൽ അയിമലും കൂടി കൊണ്ടു നടക്കൂല എൻ്റെ കുട്ടീനെ. 2 വർഷമായി ഇവിടെ വന്നിട്ട് 2 വർഷം ഏകദേശം 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അവൻ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് നിന്നില്ല അവൻ. മറ്റേ 2 മരുമക്കളും ഇങ്ങനെ വന്ന് ഇവർ അയൽവക്കത്തുള്ളവരൊക്കെ കാണണം, ഇവരാരും ശരിക്കും കണ്ടിട്ട് പോലുമില്ല അവൻ. അത്രയ്ക്ക് ഒരു ഭീകര സ്വഭാവം. പീഡനം എന്ന് പറഞ്ഞാൽ ഒരു മർദ്ദനമുണ്ട്. അതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടാണ് അതായത് ഇവിടെ ഞങ്ങളതിൽ ഇടപെടാൻ എന്താ പറയുക, ഞാൻ ഇടപെടാൻ വേണ്ടി പറഞ്ഞു, അച്ഛ ഇടപെടാ. അപ്പോൾ അവൾ പറഞ്ഞു, മൂന്നാമതൊരാൾ ഇടപെട്ടാൽ എനിക്ക് പ്രശ്നമാണ്, അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കും. അച്ഛൻ ഇടപെടേണ്ട കാര്യം വരുമ്പോൾ അച്ഛനോട് ഞാൻ പറയാതെ പറഞ്ഞു. പിന്നെ മർദ്ദനം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടീനെ മർദ്ദിക്കേണ്ട അതൊക്കെ എപ്പോഴാണ് അറിഞ്ഞത്. ഈ ഒരു ക്രിമിനൽ സ്വഭാവമാണ് അവന്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നഴ്സുമാരായിട്ട് ഇവർ അതന്നെ ഒരു അതിശയം വരുന്ന കാര്യമാണ്. എൻ്റെ കുട്ടി ബൈക്കിൽ കൊണ്ടുപോകാത്ത ഇതൊരു സൗന്ദര്യമില്ല. ഇവന് മറ്റു സ്ത്രീകളായിട്ട് ബന്ധമുണ്ടായിരുന്നു ഒക്കെ ചുരുളിങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില്ല, സൗന്ദര്യമില്ല. ഇതിലേറെ സൗന്ദര്യം എൻ്റെ കുട്ടീൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തരും പറയും ഇത് സൗന്ദര്യം ഒക്കെ ഓരോ കാരണമാണ്. ഈ ഓന് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് അപ്പോൾ പുറത്ത് അറിഞ്ഞ വിവരങ്ങൾ. മർദ്ദിക്കുക പറഞ്ഞാൽ മുഖത്തൊരു, അതായത് മറ്റേ ബർത്ത്ഡേൻ്റെ അന്നോ അതിന് പിറ്റേന്നോ അവളെ ഒരു ഉറ്റ ഫ്രണ്ടുണ്ട്, അവൾ ഗിഫ്റ്റായിട്ട് ചെന്നപ്പോൾ ഈ മർദ്ദിച്ച പാട് കണ്ടു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. എന്നിട്ട് എന്തോ ഇവളോട് പറഞ്ഞപ്പോൾ ഇവൾ അത് നേരെ നമ്മളാൾക്കാരോട് പറഞ്ഞ് ഇവർ ചെല്ലാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞു, എൻ്റെ മോൾ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, മറ്റേ അത് ഞാൻ തന്നെ ശരിയാക്കിയിട്ടുണ്ട്, അത് ഏട്ടൻ സോറി പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനറിഞ്ഞാൽ എൻ്റെ ആ സെക്കൻഡിൽ ഞാൻ അത് പോയിക്കൊണ്ടുവരും. ഇമാതിരി കാര്യങ്ങളൊന്നും എന്നോട് പറയലില്ല. ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഈ മറ്റേ അവിടുത്തെ ജോലീൻ്റെ കാര്യം, അവിടുത്തെ വീട്ടുപണി, അതായത് മറ്റേ റോഡ് വരെ അടിച്ചു വാരിക്കുകയാണ് കുട്ടീനെ കൊണ്ട്. എന്നിട്ട് അമ്മേനോട് വിളിച്ചു പറയുക രാത്രി ചില ദിവസം, എനിക്ക് പുറമേനാണ് അമ്മേ. അപ്പോൾ അതേമാതിരിയുള്ള കാര്യങ്ങൾ. പിന്നെ ഭക്ഷണം ശരിക്കും കൊടുക്കില്ല. മറ്റേ ദിവസവും ജിമ്മിലൊക്കെ പോയി നല്ല ഇതിലാവും. അതേമാതിരി ഇങ്ങനെ ചോക്ലേറ്റ്, ബദാം, ഇതൊക്കെ കൊണ്ടുവന്ന ആ കുട്ടിക്ക് ആ ഒരു സാധനം കൊടുക്കില്ല. എന്ന് അവൾ ഇവിടെ HDCക്കാണ് പഠിച്ചിരുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് അവിടെ ബാങ്കിങ്ങിൻ്റെ അവിടെ മറ്റേ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജിൽ ആ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ കുറച്ച് ദിവസം നിന്നു കേട്ടോ. കുറച്ച് ദിവസം നിന്നിട്ട് അവൾ മറ്റേ ഇങ്ങോട്ട് പോരാൻ വേണ്ടി ചോദിച്ചപ്പോൾ അത് സമ്മതിച്ചില്ല. അതായത് ഒരു ദിവസം മറ്റേ മോളിവിടെ വീട്ടിൽ വന്നതിന്, മോളങ്ങനെ പറഞ്ഞേക്കില്ല. മോളിവിടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പുറത്ത് പണി കഴിഞ്ഞാണ്ട് വന്നപ്പോൾ മോളിങ്ങനെ കരഞ്ഞ് ഫോൺ ചെയ്യുന്നുണ്ട്, ഏട്ടാ മറ്റേ എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല ഏട്ടാ, എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ എനിക്ക് എന്താ ഇത് പിടികിട്ടിയില്ല. അപ്പോൾ ഞാൻ ചെന്നുകാണ്ട് മെല്ലെ നോക്കിയാണ്ട് ഓളോട് പറഞ്ഞു, ഞാൻ ഫോൺ കൊണ്ടോ, ഞാൻ പറഞ്ഞോളൂ അവനോട് പറഞ്ഞു. അപ്പോൾ ഓൾ പറയുകയാണ്, അപ്പോൾ എന്താ അത് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഓൾ പറയുകയാണ്, ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കണപ്പോൾ, അപ്പോൾ അവിടെ ഭക്ഷണം മോശമാണ് ഓൾക്ക്,
കഴിക്കാനും കഴിയില്ല, എന്തൊക്കെ പ്രശ്നം കഴിയും, രാവിലത്തെ ഭക്ഷണം വൈകുന്നേരവും ഒക്കെ പാടായിട്ട് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഓള് ഈ പ്രഭിനോട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്, അപ്പോൾ ഞാൻ എന്നാൽ വീട്ടിലേക്ക് വരട്ടെ, വീട്ടിൽ നിന്ന് വന്ന് ദിവസം പോയി വരട്ടെ, നീ വന്നാൽ ഞാൻ ഇവിടുന്ന് പോകുന്നാവും പറഞ്ഞു. അതാണ് ഫോണിൽ കൂടെ പറയുന്നത്. ഇവളുണ്ടാവണ ഇവൻ ഏത് സമയത്തും ടൂറിലാണ്, അല്ലെങ്കിൽ കല്യാണം, ടൂറ്, അല്ലെങ്കിൽ മീറ്റിങ്, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. ഇവളുള്ളപ്പോൾ വീട്ടിൽ നിൽക്കില്ല. ഇവള് ശരിക്ക് ഇപ്പോൾ ആ ഒരു അമ്മയുണ്ട്, അമ്മ ഇവന് കൂട്ടിക്കാണ്. അപ്പോൾ ഇനി ഒരു എൻ്റെ കുട്ടിക്ക് ഏതായാലും ഈ ഇത് വന്നു, ഇനി അങ്ങനെ ഒരു ആർക്കും ഒരു അനുഭവം ഉണ്ടാവരുതെന്നുള്ള പറയാനുള്ളത്. പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് പോണത്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നാട്ടുകാരും എല്ലാവരും സഹകരിക്കുന്നുണ്ട് നമ്മളോട്. നമ്മൾ എല്ലാവർക്കും ഓൻ്റെ വീട്ടിലുള്ള ഓൻ്റെ പെങ്ങൾ, ഓൻ്റെ അളിയൻ ഇപ്പോൾ ഇതിലാണെന്നാണ് പറഞ്ഞത്, കസ്റ്റഡിയിലാണെന്ന് പോലീസുകാർ പറഞ്ഞത്. ഓൻ്റെ അളിയൻ, പിന്നെ അമ്മ, പിന്നെ ഓനാണ്. ഇനി എൻ്റെ സംശയം എന്താ പറയുക, മറ്റേ ഞാൻ 100% ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താ, കൊന്നാണ്ട് കെട്ടി തൂക്കിയാന്നുള്ളതാണ്. ആ രീതിയിൽ ഞാൻ ചെന്ന് കണ്ടപ്പോൾ കുട്ടി ഇങ്ങനെ ജനൽമേൽ തൂങ്ങിക്കാണ്. ഇവൻ അന്ന് ലീവാണ് എന്നൊക്കെ പറയും. ഇപ്പം പരസ്പര വിരുദ്ധമായിട്ടുള്ള വർത്തമാനമെന്ന് പറയാം. പക്ഷെ ഞാൻ അന്ന് കണ്ടതുമില്ല അവനെ. അന്ന് അവിടെ ഓരോരുത്തർ ചോദിച്ചപ്പോൾ ലീവാണ്, സിനിമയ്ക്കും അതാണ് പല ഇതും പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത്.